ലോക്സഭാ സീറ്റുകളിലെ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കിയാലുണ്ടായി. പക്ഷേ തൊട്ടു പിന്നാലെ നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, പിന്നെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ വിജയം യു ഡി എഫിന് നിലനിർത്താൻ കഴിഞ്ഞോ? യു ഡി എഫിന് പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇതിൻ്റെ ആവർത്തനം 2019 ഉണ്ടായില്ലേ? 2019 നല്ല വിജയം, അതെല്ലാവർക്കും നല്ല പച്ചയായ ഓർമ്മയുള്ളതല്ലേ, ഞാനതിൻ്റെ കണക്കൊന്നും പറയണ്ടല്ലോ. നല്ല വിജയം യു ഡി എഫ് നേടിയല്ലോ. പക്ഷേ അതിനുശേഷമുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നില്ലേ? അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറഞ്ഞു പോയതിനാൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണം എന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്? പണ്ട് എ കെ ആൻ്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ചത് 2004 അത് സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ല, കോൺഗ്രസ്സിനകത്തുള്ള സംഘടനാ പ്രശ്നങ്ങൾ കാരണമായിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാലോ. അതിനെ ഉദാഹരണമാക്കി നിങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ രാജി ആവശ്യപ്പെടാൻ പുറപ്പെടേണ്ട എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യം സ്വാഭാവികമായും